കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതായത് ഇത്തരം പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ തൈര് മേടിക്കും, മിൽക്കി മിസ്റ്ററിയാണ് കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് ഈ ഒരു പാത്രത്തിൽ. നെയ്യ്, അതുപോലെ പനീർ, അങ്ങനത്തെ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇല്ലെങ്കിൽ ഐസ്ക്രീം ആവാം, ഐസ്ക്രീം ഉണ്ട്, അപ്പോൾ ലസ്സി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഈ ഒരു പ്ലാസ്റ്റിക് ഈ പാത്രം നമുക്ക് കളയണ്ട, മിക്കവരും കളയാറാണ്, കുറേ ആകുമ്പോൾ അങ്ങെടുത്ത് കളയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ പരിപാടി, അത് പ്രത്യേകിച്ച് കുട്ടീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ ഫെവിക്കോളിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ നമ്മൾ ബോട്ടിലൊക്കെ ഒട്ടിക്കില്ല, ആ സെയിം മെത്തേഡ് തന്നെ കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊന്ന് കട്ട് ചെയ്ത് മാഗസിൻ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ എനിക്കൊന്ന് കൂടുതൽ ടിഷ്യൂ പേപ്പർ തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് മൊത്തത്തിലൊന്ന് ചുറ്റി ഒട്ടിക്കണം കേട്ടോ. നമ്മൾ ബോട്ടിൽ എങ്ങനെയാണോ ചെയ്യണത് അതുപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 എടുത്തിട്ടുണ്ട് ഇവിടെ. 3 കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അത് ബ്ലാക്ക് കളറാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് കൊടുക്കുക. ഇപ്പം ഞാൻ 3 ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ചുളുങ്ങിയിരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത പരിപാടി ചെയ്യാം. അടുത്തത് നമുക്ക് ഓരോന്നിനും നമ്മൾ മെറ്റാലിക് ഷെയ്ഡ് വെച്ചൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ ഒന്ന് ഒരു ആൻറ്റിക് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ ഇത് മെറ്റാലിക് കളറിന് ഇത് ക്യാമലിൻ്റെ ആണ് കേട്ടോ. അതിന് 20 രൂപയേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഗ്രീനാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കൈ കൊണ്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ 2 എണ്ണവും കൂടെ ഇങ്ങനെ എടുക്കണം. 2 കളറും ഞാൻ 2 കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 3 കളർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അടുത്ത മെറ്റാലിക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറച്ച് കൂട്ടുകാർ എത്തിയിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. ജാക്സ്ലി 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ജാക്സ്ലി, അഞ്ജു, കാവേരി +1 പഠിക്കുന്ന കാവേരി, സൽമ, അനഹ, അനുഗ്രഹ, ജിയാന, ആൻസിയ, സിജോ, വന്ദന, മീനു, ദേവിക, മാളവിക, എല്ലാവർക്കും ഒരു വലിയ ഹായ്. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ 3 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. ഇനി നമ്മൾ ചരട് എടുത്തിട്ടുണ്ട്. ചരട് എന്ന് പറയുന്നത് നമ്മൾ കുപ്പിയൊക്കെ ചുറ്റാൻ എടുക്കുന്നത് നമ്മുടെ വൈറ്റ് ത്രെഡാണ്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ, ജൂട്ട് ത്രെഡ് അല്ല, വൈറ്റ് ത്രെഡ്. അപ്പോൾ അതാണ് എടുക്കുന്നത്. പിന്നെ ഹോൾ ഇടുമ്പോൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഒത്തിരി വലിയ ഹോൾ ഇടരുത് കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മുകളിലോട്ട് വലിക്കുമ്പോൾ ത്രെഡ് വെച്ച് വലിക്കുമ്പോൾ അത് കീറിപ്പോകാൻ ചാൻസ് കൂടുതൽ. ഇത് പക്ഷേ നല്ല കട്ടിയുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിന്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ അകത്തൂടെ ഒരു കെട്ടിട്ടിട്ട് ഒരു സൈഡിൽ 3 വരുന്ന രീതിയിൽ ഹോള് 3 ഒരു കയറ് കയറ്റിയിട്ട് 3 ഇതുപോലെ ഓരോന്നും കുറച്ച് അകത്തി നമ്മൾ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ച് കെട്ടുകയാണെങ്കിലും ഹാങ് ചെയ്യുമ്പോഴാണ് കാണാൻ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ 2 കെട്ടി കാണിച്ചു തരാം ഇതുപോലെ. അപ്പോൾ ഞാൻ അകത്തൂടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹാങ് ചെയ്ത് പുറത്തൂടെ അകത്തൂടെയും കൂടെ കെട്ടിയിടുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഒരു സൈഡിൽ നമ്മളത് കെട്ടി, ഒരു സൈഡിൽ അടുത്തൊരു കയർ വെച്ച് ഇതുപോലെ കെട്ടി. അപ്പോൾ 2 കൂടെ കൂട്ടി കെട്ടിയതിന് ശേഷം ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഹാങ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം എന്ന് വെച്ചാൽ ഈ പെയിൻ്റല്ല ബ്രഷ്, അതുപോലെ തന്നെ മാർക്കറൊക്കെ പെൻസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എടുത്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കുറച്ച് എന്താ പറയുക, കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കൊച്ചു സാധനങ്ങൾ, അതൊക്കെ ഇട്ട് വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഇട്ട് വെക്കണം, അടുക്കളയിൽ ഇട്ട് വെക്കാം. ഇല്ലെങ്കിലും നമുക്ക് പ്ലാന്റ്സ് വെക്കണമെങ്കിൽ അതും വെക്കാം കേട്ടോ. അതിന് നല്ലൊരു പറ്റിയ കണ്ടെയ്നേഴ്സാണിത്. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പെയിൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ത്രെഡ് ചുറ്റി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം, അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർക്ക് നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഈ ഒരു ഹാങ്ങിങ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക, കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.